നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് നീലേശ്വരത്താണുള്ളത് കേട്ടോ. അപ്പോൾ നീലേശ്വരം മുതൽ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള NH66 വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ സുഹൃത്തുക്കളെ, നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവായി ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നീലേശ്വരം പള്ളിക്കര ROB കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം വരെയുള്ള വീഡിയോസ് അപ്ഡേറ്റ്സ് ആണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇപ്പോൾ റോഡിൻ്റെ വർക്ക് ഒരു വശത്ത് ഫിനിഷായിട്ടുണ്ട്. അതിൽ കൂടിയാണ് രണ്ട് വശത്തേക്കും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ വലതുവശത്തായിട്ട് റോഡ് വർക്ക് ബാക്കിയുണ്ട്. രണ്ട് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ബാക്കിയുണ്ട് കേട്ടോ. ഇടത് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ നടക്കുകയാണ്. വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഭാഗത്തായിട്ട് ഫിനിഷായിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ വാഹനം പോകുന്നത് 3 ലൈനിൽ കൂടിയാണ്. നമ്മുടെ വലതു ഭാഗത്തായിട്ട് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഭാഗത്തായിട്ട് ഫിനിഷായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മേഘാ കമ്പനിയുടെ വർക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിങ്ങനെ നീലേശ്വരം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇവർ ടാറിംഗ് പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. മേഘാ കമ്പനി അങ്ങനെയാണ്, കുറച്ച് ഭാഗത്ത് മാത്രമാണ് വർക്ക് നടത്തുന്നത്. അപ്പോൾ ഇവർ സർവീസ് റോഡ് റെഡിയാക്കുന്നതിൽ കുറച്ചും മടി കാണിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പല ഭാഗത്തായിട്ട് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുകയാണ്. നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ആയിട്ട് മണ്ണിട്ട് ഉയർത്തുകയാണ്. ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡൊന്നും ഇവർ സെറ്റാക്കിയിട്ടില്ല. ഇവിടെ മുതൽ ഒരു ഡൈവേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ ഇവർ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട്. നിലവിൽ ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ അണ്ടർ പാസ് വരുന്നുണ്ട്. അപ്പോൾ 2 സ്പാനുകളോട് കൂടി അണ്ടർ പാസ്സാണ്. അപ്പോൾ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഈ ഭാഗത്തായിട്ട് സ്റ്റാർട്ടായിട്ടാണ്. നമുക്കറിയാം നീലേശ്വരം ഭാഗത്തായിട്ട് വർക്കൊക്കെ തുടങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ നീലേശ്വരം മാർക്കറ്റ് നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. നീലേശ്വരം ടൗൺ വരുന്നത് ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉൾവശത്താണ്. അപ്പോൾ നമുക്കറിയാം നമ്മളെ കാഞ്ഞങ്ങാട്, നീലേശ്വരം, നമ്മുടെ പയ്യന്നൂർ മുതലായ ടൗണുകളൊക്കെ ഇപ്പോൾ നാഷണൽ ഹൈവേ ടച്ച് ആവാണ്ടാണ് ഇപ്പോൾ ഉള്ളത്. നീലേശ്വരം മാർക്കറ്റ്, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ നീലേശ്വരം ടൗൺ ഭാഗത്തോട്ട് പോകുന്നത്. നീലേശ്വരം അണ്ടർ പാസ് വരുന്നത് ഈ ജംഗ്ഷന് കുറച്ച് മാറിയിട്ടാണ്, ആ ഭാഗത്തായിട്ടാണ് നീലേശ്വരം അണ്ടർ പാസ് വരുന്നേണ്ടത്. നമ്മൾ ഈ കാണുന്നത് നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. നീലേശ്വരം മാർക്കറ്റ് ഈ ഭാഗത്തായിട്ട് കാര്യമായ വർക്ക് പുരോഗതിയൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോടും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നീലേശ്വരം പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നിലവിലെ പാലത്തിൽ കൂടിയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇനി 2 സ്പാനുകൾക്കിടയിലുള്ള വർക്കാണ് ഇനി ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ വർക്കും ഇതുവരെ ആയിട്ട് ഫിനിഷായിട്ടില്ല. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ വലതു ഭാഗത്തായിട്ടും മണ്ണ് തട്ടിയിരിക്കുകയാണ്. ഇവിടെ ഇനി മണ്ണിട്ട് ഉയർത്തിയിട്ടില്ല വർക്കൊന്നും. ഈ ഭാഗത്തായിട്ട് കുറച്ച് താഴ്ചയുള്ള പ്രദേശമാണ്, ചതുപ്പ് പ്രദേശമാണ്. അപ്പോൾ ഒരുപാട് മണ്ണുകൾ ഈ ഭാഗത്ത് വേണ്ടി വരും. അപ്പോൾ നീലേശ്വരം പാലത്തിലേക്കുള്ള ഗർഡറുകൾ വലതുഭാഗത്തായിട്ട് വെച്ചിട്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയൊരു കൾവേർട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ താഴ്ചയുള്ള പ്രദേശമായതുകൊണ്ട് പല ഭാഗത്തും വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കൾവേർട്ടുകൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇടത് ഭാഗത്തായിട്ട് കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്ക് ഇതുവരെയായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡ്രെയിനേജിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ഏകദേശം 1 മാസത്തിന് മുമ്പാണ് ഈ ഭാഗത്തേക്ക് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കുറച്ച് ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതല്ലാണ്ട് കാര്യമായ വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട്. 2 ഭാഗത്തായിട്ടും സർവീസ് റോഡ് കൂടി വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പടന്നക്കാട് അണ്ടർ പാസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതൽ നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനം പോയിക്കൊണ്ടിരിക്കുന്നത്. 2 ഭാഗത്തായിട്ടും മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ്
നടക്കേണ്ടത്. ഇടതുഭാഗത്തായിട്ട് വെള്ളക്കെട്ട് കാണാം. അപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്ത്, നമ്മുടെ കേരളത്തിലെ എല്ലാ ഭാഗത്തും നല്ല കനത്ത മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വർക്കൊക്കെ എല്ലാ ഭാഗത്തും സ്ലോ ആയിട്ടാണ് പോകുന്നത്. നമ്മൾ ഇവിടെ മുതൽ നമ്മുടെ നെഹ്റു കോളേജിൻ്റെ മുൻവശത്തെയുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ നമ്മളെ പടന്നക്കാട് ടൗൺ വരെ ഏകദേശം ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികളൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് കേട്ടോ. നിലവിൽ ഇപ്പോൾ 3 ലൈൻ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും ഫിനിഷായിട്ടുണ്ട്. പിന്നെ 2 ഭാഗത്തായിട്ടും ക്രാഷ് ബാരിയറിൻ്റെയും വർക്ക് ഫിനിഷാകാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവിടെ 2 വശത്തോട്ടും റോഡ് മുഴുവനായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ സർവീസ് റോഡും കുറച്ച് ഭാഗത്തായിട്ട് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്ക്, കോൺക്രീറ്റ് വർക്കൊക്കെ ഇവർ ഇനിയും ഫിനിഷാകാൻ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മൾ പടന്നക്കാട് ടൗണിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പടന്നക്കാട് റെയിൽവേ ROB ഓവർ ബ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക്, സ്പാനുകളുടെ വർക്കൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ നിലവിൽ 3 ലൈൻ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6 ലൈൻ ഇടതുഭാഗത്തായിട്ട് ഇപ്പോൾ റോഡിൻ്റെ വർക്ക്, ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പടന്നക്കാട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മുതൽ ROB വരുന്നുണ്ട്. അപ്പോൾ നിലവിലെ ROB നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ROBൻ്റെ വർക്ക് നടക്കുക. നമ്മുടെ പടന്നക്കാട് അങ്ങാടിയിലും കാര്യമായ വർക്കൊന്നും നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊന്നും ഇതുവരെയായിട്ട് ഫിനിഷായിട്ടില്ല. നമ്മുടെ പടന്നക്കാട് റെയിൽവേ ഓവർ ബ്രിഡ്ജ് 2 വരിയാണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് പുതിയ ഇവിടെ ROB വരുന്നത്. കാര്യമായ വർക്ക് പുരോഗതിയൊന്നും നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണാൻ സാധിക്കില്ല കേട്ടോ. നമ്മൾ 1 മാസം മുമ്പ് വീഡിയോ എടുക്കാൻ വന്നപ്പോഴുള്ള അതേ സെയിം അവസ്ഥയാണ് ഇവിടെ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. നമ്മുടെ മേൽപ്പാലം കഴിഞ്ഞ് ഈ ഭാഗത്തൊക്കെ ആയിട്ട് റോഡ് വർക്ക് ഇവിടെ മുതൽ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെ ഏകദേശം ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2 ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത്. മഴ കാരണമായിട്ടുണ്ടാവും, മണ്ണിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ട്. റോഡ് വർക്ക് ഫിനിഷായിട്ട് 3 ലൈനിൽ കൂടിയാണ് ഇരുവശത്തും വാഹനങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് വന്ന സമയത്തും ഈ ഭാഗത്തായിട്ട് ഇതേ അവസ്ഥയാണ് കേട്ടോ. വർക്ക് മെല്ലെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ അത് കൂടി പോവുകയാണ്. വലത് ഭാഗത്തായിട്ട് സർവീസ് റോഡും ഈ ഭാഗത്ത് സെറ്റായിട്ടില്ല. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സർവീസ് റോഡും ഇവർ സെറ്റാക്കിയിട്ടില്ല. ഇവരെന്താണെന്ന് കളിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇവിടെ മുതൽ ചെറിയൊരു ഡൈവേഷൻ വരുന്നുണ്ട്. വലതു ഭാഗത്തായിട്ട് ഡ്രെയിനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഭാഗത്തായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. മുഴുവനായിട്ട് ഇവർ സെറ്റാക്കി ചെയ്തിട്ടില്ല. ഇവിടെ മുതൽ ഡൈവേഷൻ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഭാഗം മുതൽ 2 ഭാഗത്തായിട്ടും വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഹന ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ്. എന്നിരുന്നാലും സർവീസ് റോഡ് കുറച്ച് ഭാഗത്തായിട്ടാണ് ഇപ്പോൾ ഒരു ഫിനിഷ് ആക്കിയിട്ടുള്ളത്. നമ്മൾ വീഡിയോ ചെയ്തതിൽ വെച്ച് ഏറ്റവും സ്ലോ ആയിട്ട് വർക്ക് പുരോഗതി ഉള്ളത് നമ്മുടെ വാഗാടിൻ്റെ വർക്കാണ് കേട്ടോ. നമ്മളെ വടകര ഭാഗത്തൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കണ്ടതാണ്. അവിടെ വലിയ രീതിയിൽ ഡ്രെയിനേജിൻ്റെ പ്രോബ്ലവും പിന്നെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ മേഘ കമ്പനി ബെറ്ററാണ് കേട്ടോ.
നമ്മളിങ്ങനെ കാഞ്ഞങ്ങാട് സൗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സൗത്തിലെ അപ്രോച്ച് റോഡ് വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുതൽ 2 ഭാഗത്തായിട്ട് സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് മേൽപ്പാലത്തിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കാസർഗോഡ് പോകുന്ന മറ്റേ മറുവശത്ത് ഇതുവരെ ആയിട്ട് അവർ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. മല്ലേ പോക്കാണ് ആ ഭാഗത്തൊക്കെ. നമ്മളെ പടന്നക്കാട് മുതൽ നമ്മൾ കാഞ്ഞങ്ങാട് സൗത്ത് വരെ നല്ല അടിപൊളിയായിട്ട് ഇവർ വർക്ക് ഫാസ്റ്റായി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നീലേശ്വരം മുതൽ നമ്മുടെ കാഞ്ഞങ്ങാട് സൗത്ത് വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ.